രാജ്യങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാണാം. അത് ഇറാന്റെ മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് നേരെ. അത് പ്രതീക്ഷിതാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട്. ആ സൈനിക താവളങ്ങൾക്ക് നേരെ സ്വാഭാവികമായിട്ടും ഇറാൻ ആക്രമണം നടത്തും. ഇപ്പോൾ ധനേഷ് മുരളി ചേരുന്നുണ്ട്. ധനേഷ് ബഹ്റൈനല്ലേ ഉള്ളത്? എങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി? ആശങ്കയുണ്ടോ അവിടെ? എത്ര തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ടാവും? എവിടെയൊക്കെയാണ്? എന്താണ് ബഹ്റൈൻ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ? തീർച്ചയായിട്ടും ബഹ്റിനെ സംബന്ധിച്ച് ഏകദേശം 3.5 കോടി ഇന്ത്യക്കാരുണ്ട്. അതിൽ ഏകദേശം 2 ലക്ഷത്തോളം മലയാളികളാണ്. ബഹ്റിന്റെ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഒരു വലിപ്പം നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഒരു ജില്ല, ഏകദേശം ഒരു ആലപ്പുഴ ജില്ലയുടെ അത്രയും മാത്രം വരുന്ന ഒരു ഐലൻഡ് ആണ്. അപ്പൊ അവിടെ രാവിലെ ഫസ്റ്റ് ഒരു മിസൈൽ വന്ന് പതിക്കുന്നത് രാവിലെ ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ്. അപ്പൊ നമ്മളിതൊന്നും സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ മുമ്പ് വരെ വളരെ ശക്തമായ രീതിയിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ചെറിയ ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും യു എസ് നേവിയുടെ 5th ഫ്ലൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ജുഫേറിലാണ്. അപ്പൊ ജുഫേർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്, നമ്മുടെ നാട്ടിലെ ഒരു സിറ്റി എന്ന് പറയാം. അപ്പൊ ആ സ്ഥലത്തേക്കാണ് നിരന്തരമായിട്ട് മിസൈൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ ജനവാസ മേഖലയെയും ബാധിച്ചിട്ടുണ്ട് എന്നാണോ ഇപ്പോൾ? അതാണോ ശ്രീ ധനേഷ് അവിടെ ഈ ആശങ്കയുണ്ടാക്കാൻ കാരണം? അങ്ങനെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ ജുഫേർ എന്ന് പറയുന്ന സ്ഥലത്ത് യു.എസ് നേവിയുടെ ഞാൻ പറഞ്ഞ പോലെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അത് ആളുകൾ താമസിക്കുന്ന സ്ഥലവും കൂടിയാണ്. അപ്പൊ അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവിടെ താമസിക്കുന്നു. അപ്പൊ അവർ കുടുംബവുമായിട്ട് എന്റെ ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അതുപോലെ ഞാനൊരു അസോസിയേഷന് പ്രതിനിധി കൂടിയാണ്. നമ്മുടെ അസോസിയേഷന് ആളുകൾ മെമ്പേഴ്സിനെ എല്ലാവരും നമ്മൾ 2 മണിക്കൂർ മുമ്പ് മുതൽ തന്നെ അവിടുന്ന് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇപ്പോൾ സ്റ്റീഫൻ ഉണ്ട്. സ്റ്റീഫൻ ചേരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. സ്റ്റീഫൻ, അവിടെ ഇസ്രായേലിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സുശക്തമായ സുരക്ഷാ സംവിധാനമാണല്ലോ ഉള്ളത്. ഏത് മിസൈലുകളെയും നിർവീര്യമാക്കാൻ പറ്റുന്ന സംവിധാനം. ഇറാനിൽ നിന്ന് ഏത് നിമിഷവും മിസൈലുകൾ പതിക്കാം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കിട്ടിയിരുന്നല്ലോ, അല്ലേ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം താങ്കൾ താമസിക്കുന്ന സ്ഥലത്ത്? ഇവിടെ നമ്മൾക്ക് ഇന്ന് ഇവിടുത്തെ സമയം വരെ 8 മണിയോടെയാണ് നമുക്ക് ഒരു പ്രിക്കോഷൻ അലാറം വീണത്. ആ അലാറം വീണപ്പെടുത്തുന്ന നമ്മള് പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ വരും ദിവസങ്ങളിൽ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ 8:30 മണിയായപ്പോഴത്തേന് നമുക്ക് മൊബൈലിൽ നമുക്ക് അലാറം വീണു. ഫുൾ ഇവിടെ ഇസ്രായേലിൽ മൊത്തം അലാറം വീണു. നമുക്ക് മെസ്സേജും വന്നു. ഇതിനകത്ത് നമ്മൾ അലേർട്ടായിരിക്കാനായിട്ട് നമുക്ക് മെസ്സേജ് വന്നു. അതിന് ആ സംവിധാനം ഉള്ളത് കൊണ്ട് നമുക്ക് മുൻകൂട്ടി നമുക്കത് അറിയാനും പറ്റി. അറിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമുക്കുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ പാനിക് ആവുകയോ അല്ലെങ്കിൽ ഇത് പരിഭ്രാന്തി അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഇല്ല. കാര്യം ഓൾറെഡി ഇവിടുത്തെ സംവിധാനം ഗവൺമെന്റ് നമ്മളെ മുൻകൂട്ടി അറിയിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും വളരെ സേഫ് ആണ്. പിന്നെ അതിനുശേഷം ശക്തമായ ആക്രമണം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാഷ്വാലിറ്റിയോ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഗുരുതരമായിരുന്നു. അവിടെ 51 വിദ്യാർത്ഥികൾ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇസ്രായേലിൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അല്ലേ?